Good morning all. പുതിയ കുളങ്ങൾ എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിന്നൊരു ട്രിപ്പ് പോവാന്ന് പറയാൻ പറ്റില്ല. എൻ്റെ വീട്ടിൽ പോവാം. സർപ്രൈസായിട്ടാണ് പോകുന്നത്. ആർക്കും അറിയില്ല. എൻ്റെ പണ്ട് കുറച്ച് സീനാണ്. അപ്പോൾ അതൊക്കെ റെഡിയാക്കണം. ഞാനാണ് അങ്ങനെ പെട്ടെന്ന് പോകുന്നത്. ഞാൻ വിചാരിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സർപ്രൈസ് കൊടുക്കാൻ. അപ്പോൾ വീട്ടുകാർക്ക് ഇതുവരെ സർപ്രൈസ് കൊടുത്തിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ച എന്താണെങ്കിലും ഇതൊരു സർപ്രൈസ് ട്രിപ്പ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് എനിക്ക് കുറേ നിർബന്ധിച്ച് പറയാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല. എനിക്ക് എൻ്റെ ഒരു ആഗ്രഹമാണ് ഞാൻ കാനഡയിലോട്ട് വരുന്ന സമയത്ത് സർപ്രൈസ് ആയിട്ട് ഒരു പ്രാവശ്യം വീട്ടിൽ പോകണം എന്നുള്ളത്. അപ്പം അങ്ങനെ പോവാണ്. ചെക്കിങ് തുടങ്ങി. ഞാനിവിടെ തന്നെ ഇരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് കയറാമെന്ന് വെച്ചു. തിരക്ക് കാട്ടി കയറിയിട്ട് കാര്യമില്ല. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് റോക്കി മൗണ്ടെയ്ൻസിൻ്റെ മുകളിൽ കൂടി കേട്ടോ. എന്ത് ഭംഗിയാലേ മഞ്ഞ് പെയ്തിട്ട് കിടക്കുന്ന കാണാൻ ഒരു ആർട്ട് പീസ് പോലെ തോന്നില്ലേ കണ്ടിട്ട്. ഇവിടെ ഒന്നും എടുക്കാനൊന്നും ഉള്ള സമയമില്ല. വേഗം വേഗം ഓടണം ഗേറ്റിൻ്റെ അടുത്തോട്ട്. 20 minutes ഒക്കെ എടുക്കുമെന്നാണ് പറഞ്ഞത് ഗേറ്റിൻ്റെ അവിടെ എത്താൻ. അപ്പോൾ എന്നാണെങ്കിൽ അവിടെ പോയിട്ട് റെസ്റ്റ് എടുക്കണോ. ഇതിൻ്റെ ഉള്ളിലാക്കി വെച്ചത് ഫോട്ടോ ബൂത്താന്ന് തോന്നുന്നു. സ്ഥലം വാങ്ങിയുണ്ട്. ഇവിടെ ഒന്ന് ഇരുന്ന് ആസ്വദിച്ച് പോകാനുള്ളൊരു സമയം കിട്ടിയിട്ടില്ല. അതിൻ്റെ ഒരു രസമുണ്ട്. ഈ സംഭവം ഇതിനു മുമ്പ് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടപ്പോൾ വിചാരിച്ചേ വിമാനത്തിനെയും കുളിപ്പിക്കുമോ? ഞാൻ ആദ്യമായിട്ടാണല്ലോ കാണുന്നതെന്നുള്ള ഒരു കൗതുകത്തോടെയായിരുന്നു ഞാനിത് നോക്കി കണ്ടത്. പക്ഷെ പിന്നീട് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഇത് ഡി ഐസിങ് അല്ലെങ്കിൽ ആൻറ്റി ഐസിങ് എന്നുള്ള ഒരു പ്രോസസ്സാണ്. വേറൊന്നല്ല, തണുത്ത പ്രദേശങ്ങളിൽ ഈ നമ്മൾ വിമാനങ്ങളൊക്കെ ഓടിക്കുന്ന സമയത്ത് എന്താണെങ്കിലും ഐസ് ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ സ്നോ ഉണ്ടാവും. അപ്പോൾ അത് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗ്ലൈക്കോൾ അടങ്ങിയിട്ടുള്ള ഹീറ്റഡ് ഗ്ലൈക്കോൾ ലിക്വിഡായിരിക്കും അതിൽ യൂസ് ചെയ്യുന്നത്, ആ തണുപ്പ് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ അത് മാത്രമല്ല ആൻറ്റി ഐസിങ് ചെയ്യാറുണ്ട്. കാരണം ഇനിയിപ്പോൾ ഹ്യൂമിഡ് കൂടുതലായിട്ടുള്ള സ്ഥലങ്ങളിൽ പോവുകയാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാം. ഐസ് കട്ടൊക്കെ ഫോം ചെയ്യാം, അല്ലെങ്കിൽ ഐസ് ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ടും ഈ സെയിം പ്രോസസ്സ് യൂസ് ചെയ്യാറുണ്ട്. തണുത്ത പ്രദേശങ്ങളിലായിരിക്കും കൂടുതലും കാണുക. അതുകൊണ്ട് തന്നെ ഞാൻ ഇതുവരെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തപ്പോൾ ഒരിക്കലും കാണാത്തൊരു സംഭവമായിരുന്നു. ഫുഡ് കിട്ടി. ഇതെന്തോ ക്യൂക്കമ്പർ, ബീഫ് വിത്ത് പൊട്ടറ്റോ അല്ലെങ്കിൽ ചിക്കൻ വിത്ത് റൈസ് ആയിരുന്നു അവർ ചോദിച്ചത്. ഞാൻ ചിക്കൻ വിത്ത് റൈസ് എടുത്തു. പിന്നെ എന്താ ബ്രൗണി ഉള്ള കേക്കും ഒക്കെ ഉണ്ട്. പിന്നെ ഒരു ബ്രെഡ് ഉണ്ട്. പിന്നെ എന്തോ ഒരു എന്താ സാലഡ് ഇത്രയേ ഉള്ളൂ. ബീഫ് ഇവിടുത്തെ പറയാൻ പറ്റില്ല. പിന്നെ ഒരു ചെറിയ ബോട്ടിൽ വെള്ളം. ഇത് ബാക്കി ഇനി വെള്ളം കുടിക്കണമെങ്കിൽ എത്ര സമയം ദാഹിച്ചിരിക്കുന്നു.
ഓട്ടമായിരുന്നു. ഒന്നും എടുക്കാനോ ഒന്നും കാണിക്കാനോ പറ്റിയിട്ടില്ല. എൻ്റെ ഗേറ്റ് ഇവിടെ തന്നെ ആയതുകൊണ്ട് രക്ഷപ്പെട്ട്. അധികം നടക്കേണ്ടി വന്നിട്ടില്ല. 8 മണിക്ക് ബോർഡിങ് തുടങ്ങും. അങ്ങനെ 7:45. എന്തോ ഭാഗ്യത്തിന് പെട്ടെന്നെല്ലാം കഴിഞ്ഞ് നല്ല ഭംഗിയായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പൂക്കൾ, വെറൈറ്റി കളേഴ്സ് പൂക്കൾ, ഇതൊക്കെ. ഇവിടെ എന്തൊക്കെയോ ഫ്രീ ഗെയിം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്താന്ന് നോക്കട്ടെ. എന്തോ വെറൈറ്റി ഒരു സാധനമാണ്. സ്റ്റാർട്ട് ഇംഗ്ലീഷ്. ഇതെന്താ ഡെസ്റ്റിനേഷൻ നമുക്ക് വെക്കാൻ പറ്റില്ലാവോ? അനങ്ങുന്നില്ലല്ലോ. എന്തോ ഇതെന്താ സംഭവം ഒന്നും മനസ്സിലാവുന്നില്ല. ഇത് നമുക്ക് പ്ലേസസ് സ്ക്രീനൊക്കെ ഇങ്ങനെ നിൽക്കണം കേട്ടോ. ഇതിൽ കാണിക്കുന്ന പോലെ ഇങ്ങനെ ഞാൻ നിൽക്കുന്നുണ്ട്. ഇറ്റ്സ് അബൌട്ട് ടു സ്റ്റാർട്ട്. എന്താവോ ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. ഈ സെയിം ഇവിടെ കാണിക്കുന്നത് തന്നെയാണ് അതിൻ്റെ ഉള്ളിലും കാണിക്കുന്നത്. എന്തോ ടൈം കാണിക്കുന്നുണ്ട്, പോയിന്റ് കാണിക്കുന്നുണ്ട്. എന്താ സംഭവം എന്നൊന്നും മനസ്സിലാവുന്നില്ല. നമ്മളെ കണ്ണിൽ വന്ന് ഇടിക്കുന്ന പോലെ തോന്നുന്നുണ്ട് കേട്ടോ ഇത് കണ്ടിട്ട്. എന്താ സംഭവം എന്ന് മാത്രം മനസ്സിലാവുന്നില്ല. അയ്യോ, താഴോട്ട് വീഴുന്ന ഒരവസ്ഥയാണ്. ഇത് വിർച്വൽ റിയാലിറ്റി ആ ഒരു സംഭവമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഓ, നമ്മൾ ഡെസ്റ്റിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഇനി അടുത്ത സൈറ്റ് സീൻ ആയിരിക്കും. എന്നാ കഴിഞ്ഞ്. എന്താ സംഭവം എന്ന് മാത്രം മനസ്സിലായിട്ടില്ല. നോക്കി ഇവിടുത്തെ വൃത്തിയാണ് എന്നെ അത്ഭുതപ്പെടുത്തിയല്ലേ. എല്ലാ സ്ഥലത്തും ഇങ്ങനത്തെ ലക്ഷം ഭയങ്കര ഭംഗിയാണ്, കളർഫുൾ എല്ലായിടും. ഓക്കെ, നോക്കെ ഇന്ത്യക്കാർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇത്രയും വലിയ ക്യൂ ആണ് ചെക്ക് ഇൻ ചെയ്യാൻ. നമ്മളിവിടെ ഇരുന്നിട്ട് ലാസ്റ്റ് പോയി കയറിയാലും അവർ നമ്മളെ കയറ്റും. പക്ഷെ എന്നാൽ ഇത്രയും വലിയ ക്യൂവിൽ നിന്നിട്ട് ആൾക്കാർ കയറാൻ പോകുന്നു. Take your time. നല്ല വൃത്തിയുള്ള ഫ്ലൈറ്റ് കേട്ടോ. ആക്ച്വലി ഇത് അടിപൊളി ഫ്ലൈറ്റ് കേട്ടോ. നേരത്തെ കയറിയ എയർ കാനഡനേക്കാളും അടിപൊളിയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത എക്സ്പീരിയൻസ്. നല്ല സീറ്റിംഗ് ആണ്. നല്ല പുതിയത് പോലെ ഉണ്ട് കണ്ടിട്ട്. അങ്ങനെ നമ്മൾ ഹോങ്കോങ് ബൈ പറഞ്ഞിരിക്കുകയാണ്. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ബാംഗ്ലൂരാണ്. അപ്പോൾ ഇന്ത്യ എന്ന് വെച്ചിട്ട് ഇനി കാണാം. അറൈവൽ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഡിപ്പാർച്ചർ. ഇത് കണ്ടോ, ഈ ഒരു സ്ഥലം ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഫുള്ള് ഗോൾഡ് മയം. എവിടെ നോക്കിയാലും ഗോൾഡാണ്. ഭയങ്കര തിരക്കാണ്. എനിക്കിനിപ്പോൾ അടുത്ത ഫ്ലൈറ്റ് എൻ്റെ നാട്ടിലോട്ടുള്ളത് എടുക്കണം. എനിക്ക് ചെക്ക് ഇൻ ചെയ്യണം. ചെക്ക് ഇൻ ചെയ്യാൻ ഭയങ്കര തിരക്കാണ്. ഞാൻ ലോഞ്ചിൽ വന്നതാണ് ഇപ്പോൾ ബാംഗ്ലൂർ. ഇവിടെ നിന്ന് ഒരു സാധനം കണ്ടപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് തോന്നി. അത് വെറൈറ്റി സാധനമാണ്. ഇത് കണ്ടോ, ഇത് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ എല്ലാവരും ഞാനും വിചാരിച്ച് ഇത് ലൈറ്റാണ്. ലൈറ്റല്ല. അപ്പോൾ ഞാൻ ഇവിടെ പൈപ്പ് നോക്കുമായിരുന്നു. പിന്നെയാണ് കാണുന്നത് ഇവിടെ എഴുതി വെച്ചേണ്ടോ, വേവ് ഹാൻഡ് ഹിയർ ഫോർ ടാപ്പ് വാട്ടർ. ഇങ്ങനെ വേവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആ വെള്ളം വരുന്നത്. ഭയങ്കര വെറൈറ്റി അല്ലേ, എനിക്കിഷ്ടമായി. അടിപൊളി സംഭവം. ലോഞ്ചിൽ ഫുള്ളിരുന്ന് തീറ്റയാണ്. നല്ല ചെട്ടിനാടും ചിക്കൻ ദോശയായിരുന്നു. കിട്ടുമ്പോൾ ഞാൻ തിന്ന് തീർത്തു. പിന്നെയാണ് വീഡിയോ എടുക്കുന്നതിൻ്റെ കാര്യം ഓർമ്മ. പിന്നെ ക്യാപ്പിച്ചീനോ വന്നു അവർ. പിന്നെ എഗ്ഗും ചിക്കൻ സോസേജും കുറച്ചിതും, ഇത്രയേ ഉള്ളൂ. ഇനിയൊന്നും കഴിക്കുന്നില്ല. നിങ്ങൾ വിചാരിക്കുമ്പോൾ ഞാൻ തീറ്റ പണ്ടാരമാണെന്നല്ലേ. നല്ല വിശക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ
നാട്ടിലെത്താണ്ടൊന്നും തിന്നാനും പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു വയറ് നിറയെ മൊത്തം തിന്നു എന്ന് വിചാരിച്ചാണ് ഇത്രയും തിന്നുന്നതാണ്. അപ്പോൾ ലാസ്റ്റ് നമുക്കിതേ കുറച്ച് ഫ്രൂട്ട്സും തന്നിട്ടുണ്ട്. എൻ്റെ വയറിൽ ഇനി സ്ഥലമില്ല. അങ്ങനെ നമ്മൾ ലക്ഷദ്വീപിൽ അഗത്തി എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഞാൻ കണ്ടതിൽ വെച്ച് ലോകത്തിലെ ഏറ്റവും തന്നെ മനോഹരമായിട്ടുള്ള ഒരു എയർപോർട്ട് ലാൻഡിംഗ് ആണെന്ന് പറയാം. കാരണം അത്രയും ഭംഗിയാണ്. കടലിൻ്റെ നടുക്ക് നമ്മൾ ലാൻഡ് ചെയ്യുന്ന പോലുള്ളൊരു ഫീലിംഗ് ആണ്. വേറെ എവിടെയും എനിക്ക് അത്രയും ലാൻഡിങ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടോ ഞാൻ ആസ്വദിച്ചിട്ടോ ഇല്ല. ഭയങ്കര വേറെ തന്നെ ഒരു ഫീലായിരുന്നു അത്. അപ്പോൾ ഞാൻ നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട് അകത്തിലിറങ്ങി അവിടെ ജെട്ടിയിൽ വന്നിരിക്കുകയാണ്. ഇതുണ്ടോ, ഇതാണ് ഒരു ഇതിന് ഞങ്ങൾ മഞ്ജു എന്നാണ് പറയുക. ആൾക്കാർ മീൻ വിൽക്കുന്നു, അങ്ങനെയൊക്കെ ബിസിയാണ് ആൾക്കാർ. ഒരാൾ മീൻ വെക്കുകയാണ്. അതെവിടെയോ പോയത്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വലിക്കും. മീൻ കിട്ടുമില്ലയോ എന്ന് അപ്പം അറിയാം. ഇതാണ് ഈസ്റ്റേൺ ജെട്ടി. ഇതാ ഒരു കുട്ടിയൊക്കെ വലിക്കുന്നുണ്ട്. നമുക്ക് ഒരു ചെറിയ മോനാണ് കേട്ടോ. ആള് ആ ചെറിയ പ്രായത്തിൽ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഇതെനിക്ക് പോകാനുള്ള വെസലാണ് ഈ വരുന്നത്. സ്പീഡ് വെസലാണ്, ഷിപ്പല്ല. ഷിപ്പിനേക്കാളും ചെറിയ കുറച്ച് ആൾക്കാർക്ക് കയറാൻ പറ്റുന്ന വെസലാണിത്. നമ്മൾ ബോട്ട് കയറിയിട്ട് ഇപ്പോൾ വെസലിൽ കയറാൻ പോവുകയാണ്. ഇതാണ് വെസലിൻ്റെ ഉള്ളു. ആൾക്കാരൊക്കെ പഴയ സിനിമ ഇട്ടിട്ടുണ്ട്, അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് നാട്ടിലെത്തും കേട്ടോ. 2.5 മണിക്കൂർ കൊണ്ട് തന്നെ നാടെത്തും അകത്തിന്ന്. അങ്ങനെ ഫൈനലി നമ്മൾ സിൽക്കിനെ മീറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണണ്ടേ സിൽക്കിനെ? നിങ്ങൾക്ക് അത്ര പരിചയം ഉണ്ടാവില്ല, പക്ഷേ എന്നെ പരിചയമുള്ള ആൾക്കാർക്ക് അറിയുന്ന ഒരേ ഒരു പേരാണ് സിൽക്കി. എന്ത് പറഞ്ഞാൽ അവസാനം വാലായിട്ട് സിൽക്കി എന്ന് പറഞ്ഞിട്ടൊരു പേരുണ്ടാവും. അപ്പോൾ അവളെ ഞാൻ കണ്ടിരിക്കുകയാണ്. ഞാൻ കാനഡയിൽ പോയിട്ട് ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് അവളെ ആയിരുന്നു. കാരണം ഫുൾ ടൈം എൻ്റെ കൂടെ ഉറങ്ങുക, ഞാൻ എവിടെ പോയാലും എൻ്റെ പുറകെ ഉണ്ടാവും. ഫുഡ് കഴിക്കുമ്പോഴും എപ്പോഴും എൻ്റെ കൂടെ തന്നെ ആയിരിക്കും. സോ ഐ മിസ്ഡ് ഹർ എ ലോട്ട്. ഞാൻ ഇവളെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് കൊണ്ടുപോകണം എന്നൊക്കെ വിചാരിച്ചതാണ്. ബട്ട് ഇവിടെ വളർന്നൊക്കെ പൂച്ചയല്ലേ, അവിടെ പോകുമ്പോൾ ചിലപ്പോൾ ക്ലൈമറ്റ് ശരിയായിട്ടല്ലെങ്കിൽ അതിനെന്തെങ്കിലും പറ്റിയാലോ എന്ന് വിചാരിച്ച് ഇവിടെ നിൽക്കുന്നതാണ്. പിന്നെ അവൾക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഫ്രഷായിട്ട് ഫുഡൊക്കെ കഴിക്കാം, ഐ മീൻ മീനൊക്കെ കഴിക്കാം. ഇതാണ് എൻ്റെ സ്വന്തം സിൽക്കി. ഇവിടെ 3 മാസമായപ്പോഴാണ് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നത്. എറണാകുളത്ത് നിന്ന് കൊണ്ടുവന്നതാണ്. എൻ്റെ ഒക്കെ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ക്വാർട്ടേഴ്സിലുണ്ടായിരുന്ന പൂച്ച, അതിൻ്റെ കുട്ടിയാണിത്. അന്ന് മുതൽ ഫുള്ള് ഇവൾ എൻ്റെ കൂടെ തന്നെയാണ് ഇവിടെ ഉറങ്ങുന്നതും എൻ്റെ കൂടെ കഴിക്കാൻ വരും, എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും. അങ്ങനെ ഇപ്പോൾ ഇവളെയാണ് ഏറ്റവും കൂടുതൽ ഞാൻ അവിടെ പോയിട്ട് മിസ് ചെയ്തത്. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു, എന്തായിരിക്കും ഇവളുടെ അവസ്ഥ എന്നൊക്കെ ഉള്ളത്. എപ്പോഴും അങ്ങനെ ഇവളെക്കുറിച്ചായിരിക്കും ആലോചന. അങ്ങനെ ആളിപ്പോൾ ബിസിയാണ്, സ്വന്തമായിട്ട് കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ചാനൽ ആദ്യം മുതലേ കാണുന്ന എല്ലാവർക്കും അറിയാം, ഈ ചാനലിൻ്റെ പേര് മോമോ ആൻഡ് സിൽക്കി എന്നായിരുന്നു. അപ്പോൾ ഇവളും ഞാനും അങ്ങനെയായിരുന്നു ആ ചാനലിൽ പേര് വെച്ചത്. അതിപ്പോഴൊന്നുമല്ല, കുറേ കാലങ്ങൾക്ക് മുമ്പ് ഞാൻ യൂട്യൂബ് തുടങ്ങിയപ്പോൾ യൂട്യൂബ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇട്ട പേരാണ്. പിന്നെ ഞാനൊന്ന് മാറ്റിയില്ല, എനിക്ക് മാറ്റാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. അവസാനം കുറേ വീഡിയോ ഇട്ടതിന് ശേഷം എല്ലാവരും എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ മാറ്റിയതാണ്. മാറ്റുമ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ ഈ വീഡിയോ എങ്ങനെ വരും എന്നൊന്നും എനിക്കറിയില്ല, കാരണം ഓടിപ്പടിച്ച് അങ്ങനെ എടുത്തൊരു വ്ളോഗായിരുന്നു. വീഡിയോ വരിക ഞാൻ എല്ലാവർക്കും സർപ്രൈസ് കൊടുത്തതിന് ശേഷമായിരിക്കും ഞാൻ ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക. അപ്പോൾ ബൈ ഫ്രം സിൽക്കി ആൻഡ് ഹെർ മോമോ. ടേക്ക് കെയർ, ബൈ. ഭയങ്കര കുട്ടങ്ങിട്ടുള്ള കേട്ടോ. അപ്പോൾ ടേക്ക് കെയർ.